നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത് ദാഹജലം. നമുക്ക് ചുറ്റും ആൾക്കാരുണ്ടാവും. എന്നാൽ ചിലപ്പോ ഒരാളിന്റെ പരവശം ചുറ്റുമുള്ള ആരും കാണില്ല, അറിയില്ല. എന്നാൽ ദേവി എല്ലാം കാണുന്നുണ്ട്, അറിയുന്നു, അതിന് പരിഹാരമുണ്ടാക്കുന്നു. അങ്ങനെ ദേവി ഭക്തന്റെ പ്രയാസത്തിന് താങ്ങായി വരുമ്പോ അത് ഏത് രൂപത്തിലാണ്, ഏത് ഭാവത്തിലാണ്, ആരിലൂടെയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഭക്തന് കാരുണ്യം എത്തിക്കാൻ ദേവിക്ക് ആരും എന്തും ഉപകരണമാണ്. അതെ, ദേവിയുടെ കൃപയ്ക്ക് അതിരുകളില്ല. ആ കൃപ കൊണ്ട് ജീവിതം തിരിച്ചുപിടിച്ച ഒരാളുണ്ട്. അവൻ വീണ്ടും വരുന്നുണ്ട്. അത് ദേവിയെ കാണാൻ മാത്രമല്ല, അവന്റെ മനസ്സ് ഇവിടെ മറ്റൊരാളിൽ വെച്ച് മറന്നുപോയതാ. ആ ആളെ കാണാൻ. എന്താ ഇത്? ഇത് ചില ഓഫീസ് ഡോക്യുമെന്റ്സാ. ഒരു കൗണ്ടർ വെരിഫിക്കേഷൻ വേണമെന്ന് തോന്നി. അവിടെ ഇരുന്ന് നോക്കുന്നതിലും സൗകര്യവും സമാധാനവും ഇവിടെയാ. അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതാ നല്ലത്. പിന്നെ ഏത് ബ്രാഞ്ച് ഓഫീസിൽ പോയാലും എല്ലാവരും സിഇഒയെ ചോദിക്കുന്നു. ഒരിക്കൽ പോലും സിഇഒയെ കണ്ടിട്ടില്ലാത്തവരാണ് നമ്മുടെ ഒട്ടുമുക്ക സ്റ്റാഫുകളും. സ്ത്രീകളെ ഒന്നവനെ നിർബന്ധിക്കണം. നമ്മളൊക്കെ ഇല്ലാതെ വരുന്ന കാലത്ത് എല്ലാം നോക്കി നടത്തേണ്ടത് അവനല്ലേ. എല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കി വെക്കേണ്ടേ അവൻ. തമ്പിയേട്ട, അവന്റെ കാര്യം വിചാരിച്ച് നമ്മളൊക്കെ ഒരുപാട് തീ തിന്നതല്ലേ. ദൈവം സഹായിച്ച് അവനിപ്പോ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. എന്നുവെച്ച് അവനെ ഒരുപാട് പ്രഷർ ചെയ്യാനൊന്നും ഞാൻ ഒരുക്കമല്ല. പതിയെ പതിയെ എല്ലാം മാറിക്കോളും. പതുക്കെ പതുക്കെ അവൻ കാര്യങ്ങൾ ഏറ്റെടുക്കുമെന്നാ എനിക്ക് തോന്നുന്നേ. സ്ത്രീകളെ, സ്വയം തോന്നി അവനൊന്നും ഏറ്റെടുക്കില്ല. നമ്മൾ അവനെ നിർബന്ധിച്ചേ പറ്റൂ. എങ്കിൽ മാത്രമേ അവൻ നമ്മുടെ വഴിക്ക് വരൂ. അത് ചെയ്യാം അമ്മേ. പക്ഷെ എനിക്കിപ്പോഴും പേടിയുണ്ട്. വീണ്ടും അവൻ പഴയതുപോലെ മുറിയിൽ ഒതുങ്ങിക്കൂടി കളയുന്നൊരു പേടി. അതുകൊണ്ടമ്മേ ഞാൻ ഒന്നിനും അവനെ നിർബന്ധിക്കാത്തത്. അത് ശരിയാ. വലിയ വലിയ ഉത്തരവാദിത്തങ്ങളുടെ ഭാരം കാണിച്ച് അവനെ പേടിപ്പിക്കൊന്നും വേണ്ട. പക്ഷേ ഒന്നിലും തൊടിയിക്കാതെ അയച്ചു വിടുകയും വേണ്ട. രണ്ടിന്റെയും നടുക്ക് നിർത്തിയാ മതി. അതെ, അതായിരിക്കും നല്ലത്. ഞാനും ഒന്നിനും നിർബന്ധിക്കാനൊന്നും പോകുന്നില്ല. എന്താ എല്ലാരും കൂടെ ഒരു ചർച്ച? മോനെ, മുറി കേറി അടച്ചിരിക്കൊന്നും വേണ്ട. നീ വണ്ടി എടുത്ത് പുറത്തേക്കൊക്കെ കറങ്ങി അടിച്ചിട്ട് വാ. അമ്മേ, നമ്മുടെ ഓഫീസുകളിൽ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങാൻ തന്നെ 2-3 ദിവസം വേണ്ടി വരും. ജോലിക്കാർക്കൊക്കെ അതൊരു സന്തോഷമാവും. തമ്പിയച്ഛൻ അതിനെക്കുറിച്ചാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
കമ്പനിയുടെ കാര്യങ്ങളിലേക്ക് കൈകടത്താൻ സമയമായിട്ടില്ല. കൈകടത്തൊന്നും വേണ്ട മോനെ, എന്റെ കൂടെ ഇടയ്ക്കൊന്നു വാ. തൽക്കാലത്തേക്കത് മതി. വരാൻ തമ്പിയച്ച, പക്ഷേ അതിനു മുമ്പ് ഒരു യാത്ര പോകുന്നു. എങ്ങോട്ടാ മോനെ? കൊല്ലൂരിലേക്ക്. ഒരിക്കൽ കൂടി അമ്മയെ കണ്ടൊന്ന് തൊഴണം. ഓഫീസിലെ കാര്യങ്ങളിൽ മാത്രമല്ല, വേറെയും ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനുണ്ട്. അതിന് അവിടെ പോണം. പോയേ തീരൂ. മോനെ, നിന്റെ ഇഷ്ടങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ ഞങ്ങൾ ആരും എതിരല്ല. മറിച്ച് എല്ലാ കാലത്തും അതിനൊപ്പമേ നിന്നിട്ടുള്ളൂ. നീ ആവശ്യപ്പെടുന്നതൊന്നും നടത്തി തരാതിരുന്നിട്ടുമില്ല. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടന്നത് നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചായിരുന്നു. അതിലിവിടെ ആർക്കും നീരസമോ പ്രയാസമോ ഒന്നുമില്ല. അങ്ങനെ എന്തിനു നിന്റെ ഇഷ്ടം നോക്കി നടത്തുന്ന ഞങ്ങൾ എല്ലാവരും ഒരുപോലെ നിന്നോട് ആവശ്യപ്പെടുന്നത് ഒരൊറ്റ കാര്യം: നിന്റെ അച്ഛൻ ഒരു ആയുസ് കൊണ്ട് കെട്ടിയുയർത്തിയ സ്ഥാപനങ്ങൾ തകരാതെ അന്യാധീനപ്പെട്ടു പോകാതെ നോക്കി നടത്തണം മോനെ. അത്രേ ഞങ്ങൾക്ക് വേണ്ടു. അമ്മ പ്രയാസപ്പെടണ്ട, എല്ലാം ഞാൻ ചെയ്തോളാം. ഞാനേ ഇന്ന് രാവിലെ പലചരക്ക് കടയിലെ സാമിയെ കണ്ടിരുന്നു. അപ്പുറത്തൊരിടത്ത് ഹോം ഡെലിവറിക്ക് വന്നതാ. എന്നെ കണ്ട് അടുത്തു വന്ന് കൊറേ സംസാരിച്ചു. എന്താ സംസാരിച്ചേ? ഒരു കല്യാണക്കാര്യം. അഖിലേക്ക് പറ്റിയൊരു പയ്യനുണ്ടെന്ന് പറഞ്ഞു. അതിന് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്തു പറയാനാ, സുരേന്ദ്രേട്ടനോട് പറയാന്ന് പറഞ്ഞു. അവളേക്കാൾ മൂത്തതായിട്ടൊരു കുട്ടിയില്ലേ ഇവിടെ? ദേവൂട്ടി, ആദ്യം അവളുടെ കാര്യം നോക്കൂ, എന്നിട്ട് മതി ഇളയ കുട്ടിയുടെ കാര്യം. അവക്ക് ജീവിക്കാനുള്ളതൊക്കെ അവളായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നുണ്ട്. കുറവുകളുണ്ടെങ്കിലും അവൾ ആർക്കും ഒരു ബാധ്യതയാവില്ല. അവൾക്കൊരു കൂട്ട് വേണം, ഒരു ആൺതുണ വേണം. അത് നമ്മളായിട്ടുണ്ടാക്കി കൊടുക്കുകയും വേണം. സുരേന്ദ്രൻ ആദ്യം അതൊന്ന് ആലോചിക്കും, എന്നിട്ട് നമുക്ക് അഖിലയുടെ കാര്യം ആലോചിക്കാം. കുറച്ച് ബാധ്യതകളൂടെ ഉണ്ടമ്മേ. 1-2 ചിട്ടുകള്, അല്ലാതെ ചില വായ്പകള്, അതൊന്ന് തീർന്നോട്ടെ. പുതിയ 1-2 ചിട്ടുകൾ പിടിച്ചിട്ടാണെങ്കിലും ദേവൂട്ടിയുടെ കാര്യം നടത്താം. അത് ശരി, സ്വന്തം ചോരയിൽ പറഞ്ഞൊരു കൊച്ചിവിടെയുണ്ട്. അതിന്റെ കാര്യം നോക്കാതെ എങ്ങാണ്ടൊന്ന് ഒഴുകി വന്നതിന് വേണ്ടി കടം വാങ്ങി വെച്ചാലേ എന്റെ കൊച്ചിന്റെ കാര്യം എന്താവും?